വേണ്ടാത്ത സെക്സ് വീഡിയോ എല്ലാം കാണിക്കും. എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, എനിക്ക് എപ്പോഴും അടുത്ത് കിട്ടില്ലല്ലേ, നീ ഇങ്ങനെ എങ്കിൽ ചെയ്യണം. സ്വന്തം മോളെ കാണുമ്പോൾ എൻ്റെ പോലെ തോന്നുന്നുണ്ടല്ല അവനക്ക് സുധാകര മാഷിനി സ്വന്തം മോളെ കാണുമ്പോൾ നിന്റെ പോലെ ഉണ്ട്, കൊതിയാകുന്നുണ്ട് എന്ന് പറയുന്നു. ഒരു വീട്ടമ്മ CPM-ന്റെ നേതാവ് നിരന്തരം ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതായത് CPM-ന്റെ നേതാവ് ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതായത് ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഈ വീട്ടമ്മയെ നിരന്തരം വിളിക്കുകയാണ്, പാവപ്പെട്ട വീട്ടമ്മയാണ്, ആരോരുമില്ലാത്ത വീട്ടമ്മയാണ്. അതായത് ഈ CPM-ന്റെ നേതാവ് വിളിച്ചു കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തീർത്ത് കളയും, നിന്നെ പച്ചക്ക് ഞങ്ങൾ കൊന്നുകളയുമെന്നാണ് CPM-ന്റെ ഈ വലിയൊരു നേതാവ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എന്തിനാണ് നമ്മുടെ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്? നമ്മുടെ രാഹുലിനെ നട്ടാപ്പാതിരായ നമുക്ക് പറയാം 12-ന്റെയും 1 മണിയുടെയും ഇടയിൽ എന്തിന് അറസ്റ്റ് ചെയ്തു? രാഹുലിനെ അറസ്റ്റ് ചെയ്ത അതേ ദിവസമാണ് സഹിക്കാതെ ഈ വീട്ടമ്മ CPM-ന്റെ വലിയ നേതാവായ കാസർഗോഡ് പെർളയിൽ സുധാകര മാസ്തി എന്നറിയപ്പെടും. സുധാകര മാസ്തി എന്നറിഞ്ഞാൽ വലിയ മുതിർന്ന CPM-ന്റെ നേതാവാണ്. അപ്പോൾ നമ്മുടെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത ആ ദിവസം രണ്ടും കൽപ്പിച്ച് ഈ വീട്ടമ്മ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് വലിയൊരു പദ്ധതി ഇടുകയാണ്. ഈ സുധാകര മാസ്റ്റ് പീഡിപ്പിച്ചത് 4 ആളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പോലീസ് വലിയൊരു പ്ലാൻ ഇടുകയാണ്, പദ്ധതി ഇടുകയാണ്. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനെന്നല്ലേ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്? ഈ CPM നേതാവ് ഈ ചെയ്ത ക്രൂരത പുറത്തു വരരുത്, CPM-ന്റെ നേതാക്കൾ ചെയ്യുന്ന വൃത്തികേട് പുറത്തു വരരുത്, നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ വിഷയം ചർച്ചയാവണം. അങ്ങനെ ചർച്ചയായി കഴിഞ്ഞാൽ ഈ വിഷയം ആരും ചർച്ച ചെയ്യൂല എന്ന് ആരോ ഒരാളുടെ ചിന്ത കാരണമാണ് നമ്മുടെ രാഹുലിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് കാസർഗോഡിലെ സുധാകര മാസ്റ്റർ എന്ന തെമ്മാടി കാണിച്ച വൃത്തികേട്, ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ കേൾക്കണം. എന്തിനു വേണം? സുധാകര മാസ്റ്റർ സ്വന്തം മകളുണ്ട്. ഈ സുധാകര മാസ്റ്ററിന് ഒരു പിഞ്ചോമന പൈതലുണ്ട്. പൈതൽ എന്ന് പറഞ്ഞാൽ 10-22 വയസ്സുള്ള ഒരു മോളുണ്ട്. ആ മകളെപ്പോലും എനിക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് ഈ സുധാകര മാസ്റ്റർ പറയുന്നു എന്ന് യുവതി പറയുന്നുണ്ട്. നിങ്ങൾ ഓരോന്നും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എനിക്ക് പേഴ്സണലി ഭീഷണിയുണ്ട് ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറ്റ ചെയ്ത ക്രൂരത നമുക്ക് ഒന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഭർത്താവ് വിട്ടുപോയ ശേഷം കുറെ ഉപദ്രവിച്ചിനി, എനിക്ക് നല്ലോണം ഉപദ്രവിച്ചിനി. പിന്നെ വേണ്ടാത്തെല്ലാം പറഞ്ഞിട്ട് ഇതാക്കും, ഞാൻ സമ്മതിച്ചില്ല. അതിന് ശേഷം ഇവരെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ സമ്മതിച്ചില്ല. അയാൾക്ക് സമ്മതിച്ചില്ല പറഞ്ഞെങ്കിൽ ഇവരെ കൊല്ലു, ഇല്ലെങ്കിൽ ഇവർ ഓടിപ്പിക്കും, നീ അവരെ കൂടെ ജീവിക്കാൻ വിടില്ല, പിള്ളേരെ കൂടെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാത്ത സെക്സ് വീഡിയോ എല്ലാം കാണിക്കും. എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, എനിക്ക് എപ്പോഴും അടുത്ത് കിട്ടില്ലല്ലേ, നീ ഇങ്ങനെ എങ്കിൽ ചെയ്യണം, ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കൂടെ ഇങ്ങനെ വേണം. സുധാകര മാസ്റ്റർ എന്ന തെമ്മാടി ഈ പെങ്ങളോട് പറയുകയാണ്, അതായത് ആരോരുമില്ലാത്ത പെങ്ങളാണ് ഞാൻ അന്വേഷിച്ചു, അതായത് ശരിക്കും നല്ലൊരു കുടുംബക്കാരില്ല, പറയാൻ വലിയ ആങ്ങളന്മാരില്ല, പാവപ്പെട്ടൊരു സ്ത്രീയാണ്. അതായത് ഇങ്ങേര് വിളിച്ചുകൊണ്ട് സെക്സ് വീഡിയോ അയച്ചു കൊടുക്കും, അതെങ്ങാനും നോക്കിയില്ലെങ്കിൽ നിന്നെ തീർത്ത് കളയും. ഇങ്ങേര് എന്തൊക്കെ പറയുന്നു അതൊക്കെ ഈ പാവം പെങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ ജീവന് ഭീഷണിയാണ്. ഇല്ലെങ്കിൽ കുറെ പേര് കമന്റ് ഇട്ട് പറയും, എന്തിനാണ് അങ്ങനെയുള്ള ബന്ധത്തിന് നിന്നത് ഈ യുവതി എന്ന്. അതായത് ആരോരുമില്ലാത്ത യുവതി അതായത് ഇല്ലെങ്കിൽ തീർത്ത് കളയും. പിന്നെ എന്ത് ചെയ്യാനാണ്? ഈ സുധാകരൻ മാസ്റ്റർ എന്ന ഈ കിളവൻ, ഈ വൃത്തികെട്ടവന്റെ ഗുണ്ടകൾ ഈ സ്ത്രീയെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് പേടിച്ച് കുറച്ച സമയം എന്താണ് ഈ കിളവൻ പറയുന്നത് അത് കേട്ട് ജീവിച്ചു എന്നാണ് ഇവിടെ ഈ പെങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിക്കും. പിന്നെ ഞാൻ 12 മണി രാത്രിയോളം ചിലപ്പോൾ ഇയാൾ വീഡിയോ കോൾ ആക്കിയിട്ട് നോക്കൂ ഞാൻ ഏടുണ്ടെന്ന്. സ്വന്തം മോളെ കാണുമ്പോൾ എൻ്റെ പോലെ തോന്നുന്നുണ്ടല്ല അവനക്ക് സുധാകര മാഷിനി സ്വന്തം മോളെ കാണുമ്പോൾ നിന്റെ പോലെ ഉണ്ട്, കൊതിയാകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ നാണമുണ്ടോ സുധാകര? സുധാകരന്റെ മകള്, പൊന്നുമോളായിട്ടുള്ള ആ മകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മകളോട് ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, നാളെ തന്നെ വൃത്തികെട്ട നിന്റെ ഈ അച്ഛനെതിരെ നീ കേസ് കൊടുക്കണം.
അതായത് സുധാകരൻ എന്ന വൃത്തികെട്ട മാസ്റ്റ് പറയുകയാണ്, എൻ്റെ സ്വന്തം മോളെ എനിക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോലെ ഞാൻ കാണുന്നുണ്ട്, അവളെയും എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലോ, അവളെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട് എന്ന് ആ വൃത്തികെട്ട ചെറ്റനായി പറയുന്നുണ്ടെങ്കിൽ ആ മകളോട് ഞാൻ പറയുകയാണ്, നിന്റെ അച്ഛന് നീ എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നിന്റെ ജീവന് ഭീഷണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് റിപ്പോർട്ടറിന്റെ അരുൺകുമാറിനോട് ഒരു കാര്യം പറയുകയാണ്. അരുൺകുമാർ, നീ കാണുന്നില്ലേ രാഹുൽ മാങ്കൂളത്തിന്റെ അതിജീവിത എന്ന് പറഞ്ഞ് നീ വാർത്ത കൊടുക്കുമ്പോ അരുൺകുമാറെ ഇത് എന്തുകൊണ്ട് കൂട്ടത്തിൽ നീ കൊടുക്കുന്നില്ല? അരുൺകുമാറെ, രാഹുലിന്റെ വിഷയം നീ ചർച്ച ചെയ്തോ അരുൺകുമാറെ? അതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഒരു കഷ്ണമെങ്കിലും, ഒരു 2 മിനിറ്റെങ്കിലും നീ എന്തുകൊണ്ട് അരുൺകുമാറെ ഇങ്ങനെയുള്ള ചെറ്റ വാർത്ത നീ കൊടുക്കുന്നില്ല? സുധാകരൻ മാസ്റ്ററിനോട് ഒരു കാര്യം പറയുകയാണ്, എടാ സുധാകര, ചാവാനില്ലടാ നിനക്ക്. നിന്റെ വീട്ടിൽ, അതായത് സ്വന്തം മകളെ പോലും ഞാൻ ആ രീതിയിൽ കാണുന്നു എന്ന് പറയുന്ന സുധാകരനെ ആ നാട്ടുകാരോട് ഒരു കാര്യം പറയുകയാണ്, കല്ലെറിഞ്ഞവനെ കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ അവന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ജബ്ബർ കൊലക്കേസിൽ ഞാൻ ഉള്ളിൽ പോയവൾ, അപ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു സംഭവം തന്നെ അല്ല. CPM-ന്റെ സുധാകരൻ മാസ്റ്റർ എന്ന വൃത്തികെട്ട നാറി പറയുകയാണ് ഈ സ്ത്രീയോട്, നിങ്ങളെങ്ങാനും ഈ വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജബ്ബാർ വധക്കേസ്, അല്ല അത് ഏത് ജബ്ബാർ എനിക്കൊന്നും അറിയില്ല കേസ്, അതായത് ആ നാറി വൃത്തികെട്ടവനും പറഞ്ഞത്രേ, ജബ്ബാർ വധക്കേസിൽ ഞാൻ ജയിലിൽ പോയി വന്നവനാണ്, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, നീ പറ്റുന്നത് ചെയ്യുന്നാണ് ആ വൃത്തികെട്ട സുധാകരൻ മാസ്റ്റർ പറഞ്ഞത്. ഒരു കാര്യം പിണറായി വിജയനോട് പറയുകയാണ്, നോക്കൂ, നിങ്ങളുടെ വലിയ വലിയ നേതാക്കളാണ്, ഇപ്പൊ ഈ പറഞ്ഞല്ലോ ജബ്ബാർ വധക്കേസിൽ, അങ്ങനെ നിരവധി കേസിലെ പ്രതിയാണ് നിങ്ങളുടെ നേതാക്കൾ. ഈ പരമചറ്റ സുധാകരൻ എന്ന് പറയുന്ന ആ പരമനാറി പറഞ്ഞത് കേട്ടോ, ജബ്ബാർ വധക്കേസിൽ ഞാൻ ജയിലിൽ പോയി, അതുകൊണ്ട് നീ കേസ് കൊടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് ഈ പരമചറ്റ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനോടും ഒരു കാര്യം പറയുകയാണ്, ഒരുത്തന്റെ പച്ച ഇറച്ചി തിന്നിട്ട് എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? രാഹുലിന്റെ വാർത്ത നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൂട്ടത്തിൽ എല്ലാം നിങ്ങൾ കൊടുക്കണ്ടേ? ന്യൂസ് ചാനൽ 24നോടും ഏഷ്യാനെറ്റിനോടും റിപ്പോർട്ടറിനോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വാർത്ത കൊടുക്കണം, ഇത്തരത്തിലുള്ള നായ്ക്കളെ നിങ്ങൾ കൊണ്ടുവരണം, സുധാകരൻ മാസ്റ്റർ എന്ന ഈ വൃത്തികെട്ടവനെ നിങ്ങൾ കൊണ്ടുവരണം. അതും ഒരു പെണ്ണല്ലേ, അതും ഒരു യുവതിയല്ലേ, അതും ഒരു അതിജീവിതയല്ലേ? ആ അതിജീവിതയുടെ സങ്കടം നമ്മൾ കേൾക്കണം. ഒരൊറ്റ കാര്യം നമുക്ക് വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടി വരും, രാഹുലിനെതിരെ 2 കേസും വെറും മൈൽ മുഖേന്ദ്രം മാത്രമാണ് നമ്മൾ കേട്ടത്. ഒരു യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടില്ല. ആദ്യ കേസല്ല, 2 കേസുകൾ, 2ാമത്തെയും 3ാമത്തെയും കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു യുവതിയും രംഗത്ത് വന്നിട്ടില്ല, ഒരു യുവതിയുടെ ഇങ്ങനെയുള്ള സൗണ്ട് നമുക്ക് കേട്ടിട്ടില്ല. വെറും ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തു. വെറും ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ വാർത്ത ഇങ്ങനെ പരത്തുന്നു. ഇവിടെ നോക്കൂ, ഒരു യുവതി പച്ചക്കയിരുന്ന് വിളിച്ച് പറയുകയാണ്, അതിനെ വാർത്ത കൊടുക്കാൻ റിപ്പോർട്ടർ ചാനലില്ല, അതിനെ വാർത്ത കൊടുക്കാൻ ഏഷ്യാനെറ്റില്ല, അതിനെ വാർത്ത കൊടുക്കാൻ ആരോരുമില്ല, എല്ലാവർക്കും പേടിയാണ്. ഒന്നാമത്തെ പേടി തല പോവുമെന്നാണ്. ഒരുപക്ഷെ ഇത് കാസർഗോഡാണ്, ഞാനും കാസർഗോഡുകാരനാണ്. പെർള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വെറും ഒരു 10-15 കിലോമീറ്റർ, ഒരു അത്രയുള്ള ദൂരം എനിക്ക് ഭീഷണി വരും. ഈ വീഡിയോയുടെ ലിങ്ക് അയക്കും, മറ്റേ സുധാകരൻ മാസ്റ്റർ എന്നെ അറിയുമെന്ന് ചോദിച്ചിട്ട് എന്നെ തീർത്തയക്കാൻ ഒരു പക്ഷെ കൊടുക്കും. സുധാകരൻ മാസ്റ്ററിനോടൊന്ന് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ കത്തിക്ക് പേടിക്കുന്ന ഒരാളല്ല ഞാൻ, എൻ്റെ ജീവന് ആയുസുള്ളത്ര കാലം നിങ്ങൾ ചെയ്യുന്ന വൃത്തികേട്, നിങ്ങളെന്നല്ല ഈ കേരളത്ത് ആര് ചെയ്യുന്ന എല്ലാ വൃത്തികേടും ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. അതായത് എന്തിനാണ് ഇവറ്റകൾ പേടിക്കുന്നത്? റിപ്പോർട്ടർ ചാനലൊക്കെ പേടിക്കുന്നത് പിണറായി വിജയന്റെ കയ്യിലാണ് ഭരണം. ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പിണറായിക്ക് അത് പിടിക്കൂല, നാലോട്ട് കുറയും, അതുകൊണ്ട് റിപ്പോർട്ടറിനെ റിച്ച് കിട്ടൂല. അതായത് ഇവിടെയും ഒരു സ്ത്രീയല്ലേ ഇപ്പോ, അതായത് സുധാകരൻ മാസ്റ്ററിന്റെ ആൾക്കാർ ചില പറയും ഇത് ഫേക്ക് ആണെങ്കിലോ, ഇത് ഇല്ലാത്തതാണെങ്കിലോ എന്ന് അവർ അങ്ങനെ വാദിക്കും. അല്ലെങ്കിൽ നമ്മുടെ രാഹുലിന്റെ കേസ് ഇല്ലാത്തതാണെങ്കിലോ, നമുക്ക് അവിടെയും ഓപ്ഷൻ ഇല്ലേ? ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വിഷയം ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ഞാൻ പറയുകയാണ്. യുവതിയോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ രണ്ടും കൽപ്പിച്ച് നല്ല രീതിയിൽ നിങ്ങൾ, അതായത് നിങ്ങൾക്കറിയുന്നവരെ ഇൻഫ്ലുവൻസറിനെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം. ഈ സുധാകരൻ മാസ്റ്ററിന്റെ ആ പൊന്നു മകളോടൊരു കാര്യം പറയുകയാണ്, നീ രംഗത്ത് വരണം മോളെ, നീയാണ് രംഗത്ത് വരേണ്ടത്. നിന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഞാൻ നിന്റെ സ്വന്തം അച്ഛന് നിന്നെ കാണുമ്പോൾ ഇളങ്ങുമത്രേ.
അതിന് നീ കേസ് കൊടുക്കണം. അത് വലിയ ഡേഞ്ചറാണ് മോളെ. സ്വന്തം അച്ഛനാണ്. അച്ഛനും മകളുമായി നിങ്ങൾക്ക് കുറേ ദിവസം ഒരേ വീട്ടിൽ കഴിയേണ്ടി വരും. അപ്പോൾ അയാളെങ്ങാനും നിന്നെന്തെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യും. അതുകൊണ്ട് അയാൾക്കെതിരെ നീ കേസ് കൊടുക്കണമെന്ന് ആ പൊന്നുമോളോട് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.